നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ എന്തായി പറയുന്നേ? ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആളെന്നല്ലേ അച്ഛൻ കുറച്ചു മുമ്പ് വരുണിനെ കുറിച്ച് പറഞ്ഞ്? അതേ ആളെ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമല്ലേ? കണിമംഗലത്തിന്റെ സമ്പത്ത് ഒന്നിച്ച് നശിപ്പിക്കാനാണോ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു തീർന്നില്ലല്ലോ മോളെ, എന്നിട്ടാവാൻ ബാക്കിയൊക്കെ. വരുണിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. നിന്റെ അഭിപ്രായം ഏട്ടൻ ചോദിച്ചോ? ഞാനൊരു കാര്യം പറയാം. പരമേശ്വരൻ എടുത്ത തീരുമാനം തൽക്കാലം നമ്മൾ അങ്ങ് അംഗീകരിക്കാം. എന്നിട്ട് കാര്യങ്ങൾ നടത്തുന്നതിൽ വരുണിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും വീഴ്ച വന്നാ നമുക്കെല്ലാവർക്കും കൂടി അത് തിരുത്തി കൊടുക്കാം. അതല്ല, മുന്നോട്ടു പോകാൻ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ അപ്പോ മറിച്ചൊരു തീരുമാനം എടുക്കാം. അതാണ് നല്ലത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ കമ്പനിയുടെ തലപ്പത്ത് വരുൺ വരണമെന്നുള്ളത്. അവനെ കൊണ്ട് അതൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. സൂര്യ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കിത് സമ്മതമല്ല. കൽപ്പന, ഏട്ടൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. നമ്മുടെ കുടുംബത്ത് അങ്ങനെ രണ്ടഭിപ്രായം വേണ്ട. ചെറിയ അത് അതേ കൽപ്പന, വലിയച്ഛൻ തീരുമാനിക്കട്ടെ. അതെന്തായാലും നമ്മളെല്ലാവരും അനുസരിച്ചേ പറ്റൂ. കൽപ്പനയുടെ പ്രതിഷേധം ഏട്ടൻ കാര്യമാക്കണ്ട. ഏട്ടൻ തീരുമാനം എടുത്തോളൂ. മോൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനെന്ത് പറയാനാ അച്ഛാ? അച്ഛനും അമ്മയും മുത്തശ്ശിയും എന്തു തന്നെ തീരുമാനിച്ചാലും എനിക്കൊരു എതിർപ്പുമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഏട്ടത്തി അടക്കം നമ്മുടെ കുടുംബം ഒരു മനസ്സോടെ നിൽക്കണം. കൂട്ടത്തിൽ ഏറ്റവും ഇളയവളാണ് ഇവള്. പക്ഷെ അഭിപ്രായം പറഞ്ഞതിലുള്ള പക്വത കണ്ടോ പത്മിനി? ഇത്രയും പക്വത വരുണിന്റെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്തായാലും മോളെ, മുന്നോട്ടുള്ള യാത്രയില് വരുണിന്റെ കൂടെ ഇതുപോലെ സപ്പോർട്ടായിട്ട് നീ ഉണ്ടാവണം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ കണിമംഗലത്തെ സമ്പത്ത് ഇനി നിയന്ത്രിക്കുന്നത് വരുണായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.